കൊച്ചുണനോ കൊച്ചനെ കുളത്തിലോ കൊച്ചി വന്ന് ചാടിയേ ആക്രി വന്ന് നോക്കി അതെ എന്തിനാണ് സ്വന്തം കുഞ്ഞിനെ പോലെ ഇങ്ങനെ കൈ വെച്ചിരിക്കുന്നത്? കുറച്ചേരം എനിക്ക് താടാ. സമോസ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? 10 രൂപ ടിക്കറ്റ് എടുത്ത ബാൽക്കണിയിൽ നിന്ന് കാണാമല്ലോ. ഇങ്ങോട്ട് വാടാ. നീ എങ്ങോട്ടേ പോ? വാടാ ഇങ്ങോട്ട്. എടാ, അവിടെ നിൽക്ക്. കേൾക്കില്ലല്ലോ. കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നു. നീ ഇങ്ങോട്ട് വന്നേ. ഇതൊന്നും അല്ല അടി. അവിടെ ചുമ്മാ ഒന്ന് കണ്ണ് കാണിച്ചാൽ മതിയായിരുന്നു. അവൾ ഫോൺ നമ്പർ തന്നേനെ. അവളെ വെറുതെ കറിയിപ്പിച്ചിട്ട് ഫോൺ നമ്പർ ചോദിച്ചാൽ കൊടുക്കുമായിരുന്നു. ഞാൻ കൊടുക്കുമായിരുന്നു. ഗുഡ് പീപ്പിൾ, ഗുഡ് ജനറേഷൻ. ഇവിടെ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആരിക്കങ്ങനെ? നീ പോയിക്കോ കൂട്ട. ഒക്കെ മോളെ എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ട് പോകട്ടോ. എന്താടാ കണ്ണൂർ ടിപ്പ്? ഇതെന്താടാ ഇവിടെ ഇങ്ങോട്ട് നോക്കുന്നത്? ധാരണ നിന്നെ ഇതിനെ കൊണ്ടുപോയി. ഇപ്പൊ എല്ലാം തീരുമാനമായി. എന്നത് പിടിക്ക്. കപ്പിന്റെ ചെവി. എന്റെ ചെവി. ഇതെന്താ ഭജന കഴിഞ്ഞ് പായസം മേടിക്കുന്ന പോലെ അടി മേടിക്കുന്നത്? ഇതെന്താ കപ്പ് മൊന്ത ചളങ്ങിയ പോലെ ഇരിക്കുന്നത്? ശരിക്കും ചളകിയല്ലോ. കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. എല്ലാരും വെക്കോ. മിണ്ടായിരിക്കും വെച്ചേ. എല്ലാം കഴിഞ്ഞെന്ന്. ഇതാരാ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? അത്രയും പെട്ടെന്ന് എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകും. അതെ കപ്പ. ഇതെന്തെങ്കിലും ചളകിയിരിക്കുന്നേ? 6 ടീമിനെ കളിച്ച് തോപ്പിച്ച് മേടിച്ച കപ്പ് ചളക്കിട്ട് ചോദ്യം ചോദിക്കുന്നല്ലേ? മര്യാദക്ക് എന്റെ കപ്പ് തിരിച്ചു. ഞാൻ വേണേ കടയിൽ കൊടുത്ത് നിവർത്തി തരാടേ. അതെ കപ്പ് വേണം. അതെങ്ങനെ നടക്കും മോനെ? അടിച്ചെന്നെ കൊലവിളി ഞാൻ ചൂടാവാതെ. ഒരു കാര്യം പറയട്ടെ, നാളെ രാവിലെ 10 മണിക്ക് തന്നാ പോരെ? അതെ 6 മണിയായില്ലേ? വീട്ടിലെല്ലാവരും അന്വേഷിക്കില്ലേ? നാളെ രാവിലെ കടയിൽ പോവാൻ പറ്റുള്ളൂ. ഇതേപോലുള്ള കപ്പല്ലേ വേണ്ടത്? കാശ് റെഡിയാക്കണ്ടേ എനിക്ക്? ഓക്കെ അല്ലേ? പ്ലീസ്. ശരി ഓക്കെ. നാളെ രാവിലെ 10 മണിക്ക് എന്റെ കപ്പ് തിരിച്ചു തരൂലല്ലേ? പ്രോമിസ്. വരട്ടെ. എടി കിങ്ങിണി ചങ്ങിണി. എന്റെ ഐഡി. ഹലോ. കപ്പ് തന്നിട്ട് വാങ്ങിച്ചാ മതി. എന്തോ കപ്പ് കിട്ടിയിട്ടുണ്ട്. കപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ കപ്പ് തന്നെയാ. നീ എവിടെ ആശീർവാദം. പഞ്ചവാദി വേണോ? ഇതെന്നെ കൂത്തടവേ. നീ ഒരു പെണ്ണിനെ കണ്ടപ്പോ എല്ലാം മറന്നോ? നാട്ടിലെല്ലാവരും കാത്തിരിക്കുക. എന്തിന്? കപ്പിന്. അല്ലാതെ എന്തിന്? വീടിന്റെ അവിടെ ഹൗസ്ഫുള്ളാ. ഓ മൈ ഗോഡ്. സംഗതി മൂടി വെച്ചേക്കുന്നത് കാണുമ്പോഴേ അറിയാം കപ്പ് അടിപൊളി കപ്പാണെന്ന്. എന്തിനാണ് മൂടി വെച്ചേക്കുന്നത്? ഇത് നാണക്കേടാന്ന് തോന്നുന്നു. എന്തിന്? ഈ കപ്പ ഒന്ന് കണ്ടിട്ട് വേണം എന്റെ കണ്ണടയ്ക്കണമെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുക. നീ ഇതെന്താ കപ്പ എന്നെ ഒന്ന് കാണിക്കാതെ പൊതിഞ്ഞു കെട്ടിയെടുത്തോണ്ട് പോകുന്നേ? തള്ളേ, കപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ചിട്ട് പോകുമല്ലോ അല്ലേ? വാക്ക് മാറ്റരുത്. പരിഹാരം നല്ലവരെ കണ്ണു പറഞ്ഞു നോക്ക്. ഇത് നിങ്ങൾ കണ്ടില്ലേ? ഇനിയിപ്പോ കണ്ണുപിടിക്കോ? ഡേയ്, ഈ പഴയ ശരീരം എടുത്ത് എവിടെയും കൊണ്ടുപോയി കളയണം. മൈക്കിളെ, എന്റെ കണ്ണട ഒന്ന് മാറ്റണമെന്ന് തോന്നുന്നല്ലോ. ഈ പുതിയ കപ്പ് എന്തോ ചളുങ്ങിയ പോലെ കാണുന്നല്ലോ. അയ്യോ, ഇതെന്ത് കൂത്താ? ഇത് പഴയ കപ്പാണോടാ? മൂക്കിലിടിക്കാതാ. എന്താ എന്താ വേണ്ടേ? ബിഗിലേ. അച്ഛാ എന്താ മോനെ ഇന്നത്തെ മാച്ച് ജയിച്ച? 2 അടിക്കുന്നോ? അയ്യോ എനിക്ക് വേണ്ട. കുടിക്കുന്നെന്ന് എന്നോടൊന്ന് പറഞ്ഞു നോക്ക്. കൊന്നുകളയും ഞാൻ. ചുമ്മാ ഒരു സന്തോഷത്തിന് ചോദിച്ചതാ. നീ വേണ്ടെന്ന് പറയുമ്പോൾ അച്ഛനൊരു സന്തോഷം തോന്നില്ലേ? വാ മോനെ ഇരിക്ക. വേണ്ട അച്ഛാ. ഇരിക്കടാ. എനിക്കന്ന് 12 വയസ്സാ. എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ കുടിക്കുന്നു ചോദിച്ചു. ടപ്പെന്ന് ഞാൻ മേടിച്ചങ്ങ് കുടിച്ചു. ഇതുവരെ എനിക്കത് വിടാൻ കഴിയുന്നില്ല. 16 വയസ്സിലാ കത്തിയെടുത്ത് കൈ തന്നത്. പ്രശ്നങ്ങൾ നടക്കാൻ വേണ്ടി അവർ കത്തിയെടുക്കുന്നു, അത് തടയാൻ വേണ്ടി നമ്മൾ കത്തിയെടുക്കുന്നു. അതാണ് സത്യം. എന്നാൽ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർക്ക്
രണ്ടുപേരും റൗഡികൾ തന്നെയല്ലേ? അറിയില്ലേ? അതല്ല, എന്നോടൊപ്പം ഇരിക്കട്ടെ ബിഗിലേ. നിനക്ക് വേണ്ട. നിനക്ക് വേണ്ടടാ. നീ വേറെ റൂട്ടാ. നമ്മുടെ ഏരിയയിൽ പള്ളിക്കൂടം വന്ന പിള്ളേര് മാറുമെന്ന് പറയാറില്ലേ? ഇല്ല. അമ്പലം പണിയുന്നു, ചർച്ച പണിയുന്നു, ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ആ പന്തെടുത്ത് പിള്ളേരുടെ കൈ കൊടുത്ത കണ്ടില്ലേ? അപ്പം മാറിയതായെല്ലാം തന്നെ. ബീച്ചിൽ വടിയും വടിവാളുമായിട്ട് നടന്ന പിള്ളേരെല്ലാം ഗ്രൗണ്ടിൽ ചുമ്മാ നടക്കല്ലേ ഇപ്പോ? വഴക്കുണ്ടാക്കാനൊന്നും അവർക്ക് നേരമില്ല മൈക്കിളെ. ടൂർണമെന്റ്, മാച്ച് എന്നും പറഞ്ഞ് പിള്ളേരെല്ലാം ഭയങ്കര ബിസിയാ. ഇതിനൊക്കെ കാരണം ആരാ? ഈ രായപ്പനാണോ? മൈക്കിളാണോ? ബിഗിലേ. ആ ശബ്ദം, ബിഗിലാണ് അവരുടെ ഹീറോ. ബിഗില് മാതിരി കളിക്കണം, ബിഗില് മാതിരി ടിവിയില് പേരെടുക്കണം. അങ്ങനെ ബിഗിലെ 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 ബിഗിലെ. ഇതൊന്നും നീ വിട്ടുകളയല്ലേ ബിഗിലെ. നീ ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. ഈ രാജ്യം മുഴുവൻ അറിയണം നീ എവിടുന്നാ വന്നേന്ന്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചേരി ലോകം മുഴുവനും തിരിച്ചറിയുള്ളൂ. നിന്നെ പിടിച്ചോണ്ട് ഓരോരുത്തരിങ്ങനെ പുറത്തേക്ക് വരും മോനെ. ഏത് ഏരിയ പ്രശ്നം ഉണ്ടായാലും നമ്മുടെ പിള്ളേരെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോന്നേ. അതിന് മാറ്റം ഉണ്ടാവണ്ടേ? കത്തി 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 അതൊന്നും വെച്ചോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ കളി മാത്ര നമ്മുടെ ജീവിതശൈലി മാറ്റാൻ പോകുന്നത്. നിന്റെ അച്ഛന് വിശ്വാസമുണ്ട് മോനെ? എനിക്കും വിശ്വാസമുണ്ട് അച്ഛാ. നീ നിനക്ക് വേണ്ടി കളിക്കുന്നില്ലേ ബിഗിലെ? നമ്മുടെ ജനത്തിന് വേണ്ടിയല്ലേ നീ കളിക്കുന്നേ? അതാടാ കളി. അടിച്ച് കലക്കലടാ നിന്റെ കളി. കപ്പ് പ്രധാനം ബിഗിലെ, വിട്ടുകളയല്ലേ? തീർച്ചയായിട്ടും അച്ഛാ. ശരി, മോൻ പോയി കിടക്ക്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ. രാവിലെ പ്രാക്ടീസ് ഇല്ലേ നിനക്ക്? ഉണ്ടച്ചാ. എന്നാ ചെല്ലടാ മോനെ. എന്താച്ചാ? കെട്ടിപ്പിടിക്കടാ. ഏഞ്ചൽ ആശീർവാദം. ഇന്നാച്ചാ റെയിൽവേ സ്റ്റേഷൻ വെച്ച് കണ്ടത്. ഐഡിയ കാർഡ് എങ്ങനെ താഴെ വീണെന്ന് കണ്ടില്ല. ഒരുപാട് നടന്നായില്ല. ഈയിടെ അച്ഛാ കണ്ടത്. നന്നായിട്ടുണ്ട് മോനെ. നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. താങ്ക്സ് അച്ഛാ. പറഞ്ഞേക്കാം. അൽതാഫ്, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം മിനിസ്റ്ററോട് നന്നായിട്ട് കേട്ടോളാൻ പറ. ഉമർ ഫറൂഖ് പുറത്തേക്ക് വന്ന് നിങ്ങളുടെ മോളുടെയും ഭാര്യയുടെയും തലയും പുറത്തേക്ക് വന്ന് വീഴും. കാരണം അവനെങ്ങാനും പുറത്തിറങ്ങി ഇവിടെയുള്ള ആളുകളെക്കാൾ 100 ഇരട്ടി ആളുകളെ അവൻ കൊല്ലുമെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നിങ്ങളൊക്കെ ഈ കളിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ കളി എനിക്കൊരിക്കലും ചേരില്ല. ബിക്കോസ് ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ, ഐ എം എ സോൾജർ. തെറ്റിദ്ധാരണയാണ്. അവരെ ഒന്നും ചെയ്യരുത്. ഇത് എന്റെ തീരുമാനം അല്ല. പ്രൈം മിനിസ്റ്ററാണ് അവരെ പുറത്തേക്ക് വിടാൻ തീരുമാനം എടുത്തത്, ഞാനല്ല. ഓ, അദ്ദേഹത്തിന്റെ തീരുമാനം എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞ
പിന്നെ ഏത് തമ്പുരാമെന്ന് പറഞ്ഞാലും മാറില്ല. അവിടെ പോയിരിക്കും പെണ്ണെടുത്തിരിക്കല്ലേ അസുഖം എനിക്ക് നല്ല അറിയാടാ. ഇവള് കൈപിടിച്ച് ഇറക്കും അറിഞ്ഞതെങ്കിൽ ഞാനും ഇങ്ങനെ വരുമായിരുന്നല്ലോ. ഇനി വാ, നമുക്ക് ഒരുമിച്ചിരിക്കട്ടെ. എന്റെ പ്രീതി അടിപൊളി ഫിഗർ അല്ലേ? എടാ മുൻസാമി ഒന്ന് എന്നെ സഹായിക്കൂടാ. എടാ സൂചി ഇറക്ക് நான் ஒரு கொதினை கொண்டுட்டு வரேன். முனிசாமி ஓடிக்கிறதே நான் ஒரு பிபி பேஷண்டா. ഞാനിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മാളിനകത്തുള്ളവർക്കും മാളിന് പുറത്തുള്ളവർക്കും നന്നായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഉമർ ഫറൂഖിനെ നിങ്ങൾ റിലീസ് ചെയ്യാൻ പാടില്ല. അവൻ പുറത്തിറങ്ങിയ എൻ്റെ രാജ്യമായ ബംഗ്ലാദേശിന് ആപത്താണ്. 2007, 2014 and 2017 ഈ വർഷങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്ന വലിയ വലിയ സ്ഫോടനങ്ങൾക്ക് കാരണം ഈ ഉമർ ഫറൂഖ്. സോ ഇവനെ ഇപ്പം റിലീസ് ചെയ്ത എൻ്റെ രാജ്യത്തുള്ള പീസ് നശിക്കും. ISS ഇവനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഹൈജാക്ക് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ രാജ്യം ഈ ഹൈജാക്ക് എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി എന്നെ ട്രെയിൻ ചെയ്യിക്കുകയായിരുന്നു. ഇനിയും നിങ്ങൾ ഉമർ ഫറൂഖിനെ റിലീസ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ എൻ്റെ അടുത്തുള്ള ഹോസ്റ്റേജസ് 63 പേരും ഇൻക്ലൂഡിങ് ഹോം മിനിസ്റ്ററുടെ മകളെയും ഭാര്യയും എല്ലാത്തിനെയും കൊല്ലി ഞാൻ. ജയ് ബംഗ്ലാ. നിങ്ങളെന്താ സത്യത്തിൽ ബംഗ്ലാദേശിയാ? ട്രൂ ഇന്ത്യൻ. മോക്ക് വേറെ എന്തെങ്കിലും അറിയണോ? ഉമർ സാഹിബ്, മോളിനെ ഹൈജാക്ക് ചെയ്ത് താനെന്നല്ലേ പറഞ്ഞേ? പക്ഷെ അതിപ്പോൾ വേറെ ആരുടെ കയ്യിലാണല്ലോ. ഇങ്ങനെ പപ്പാതിയായി ഹൈജാക്ക് ചെയ്തിട്ട് ഉമർ ഫാറൂഖിനെ റിലീസ് ചെയ്യാൻ പറഞ്ഞാൽ അതെങ്ങനെ നടക്കാനാ? ഒന്നുകിൽ മാൾ നിന്റെ കൺട്രോളിലായിരിക്കണം, അല്ലെങ്കിൽ അവന്റെ കൺട്രോളിലായിരിക്കണം. ആരെങ്കിലും ഒരാൾ പറയുന്നത് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്ക് പ്രധാനം ഹോസ്റ്റേജസാ. അതുകൊണ്ട് നീ മോള് മുഴുവനായി ഹൈജാക്ക് ചെയ്തിട്ട് എനിക്ക് ഫോൺ ചെയ്യും. എന്തൊക്കെയാണോ കേൾക്കുന്നത്? ഇവരെന്താ ശരിക്കും ബംഗ്ലാദേശിയാ? എന്തോന്ന് ബംഗ്ലാദേശിയോ? ഛേ, അതൊക്കെ വെറുതെ ടെററിസ്റ്റിനെ ഭ്രാന്താക്കാൻ വേണ്ടിയാ സാർ. അവന്മാരുടെ ഇടയിൽ കിടന്ന് നമ്മുടെ പയ്യൻ ഉരുണ്ട് കളിക്കും. ഉരുണ്ട് കളിക്കുന്നോ? ബംഗ്ലാദേശി ബംഗ്ലാദേശി മൈക്ക് വെച്ച് കൂവി വിളിച്ചിട്ട് ഇപ്പൊ ബംഗ്ലാദേശിലെ ടെററിസ്റ്റ് കാണോ അറിഞ്ഞാ പിന്നെ നമുക്കാണോ പ്രശ്നം? അതൊന്നും നടക്കുന്ന കാര്യമില്ല സാർ. കണ്ടുപിടിക്കാനേ കഴിയില്ല. കാരണം അവൻ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ പണിയെടുത്തതിനേക്കാളും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ബർമയിലും ചൈനയിലും ഒക്കെയാണ് കൂടുതൽ ജോലി ചെയ്തത്. അത് മാത്രമല്ല 2-3 തവണ ഇവൻ തന്നെ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയി മിസൈൽ അറ്റാക്കുകളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവനെ ടെററിസ്റ്റിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇപ്പൊ അവന്മാരൊക്കെ വട്ടായി കാണും. അവന്മാര് വട്ടായല്ലോ, ഞാനിപ്പോ വട്ടായി. BP കയറുക. എടോ കുളിക്കുന്നതാടോ. അയാളെ പേടി കണ്ടോ? പ്ലാനിംഗ് ഒക്കെ വളരെ നന്നായി ചെയ്തു. പക്ഷെ വീരകത്തുള്ള കാര്യം ഇയാൾ പ്രതീക്ഷിച്ചില്ല. അവൻ കൊടുക്കുന്ന ഓരോ പണി കാരണം ഇയാൾക്ക് BP തലക്കേറിക്കൊണ്ടിരിക്കുക. എൻ്റെ വായി തന്നെ നോക്കി നിൽക്കാതെ പോയി ചായ മേടിച്ചോടുന്നേ. നിക്ക്, എന്തെങ്കിലും ഒരു ദിവസം പാർട്ടി മാറി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെൻഷനോട് നീ പറഞ്ഞു കൊടുക്കും. സാർ ഞാനിതൊക്കെ ജീവനോടെ നിന്നെ ഞാൻ കുഴിച്ചു മുടും. പൊയ്ക്കോ. മലയ്ക്ക് മാലയിട്ടിരിക്കുക സാർ. ജീവനോടെ നിന്നെ ഞാൻ കുഴിച്ചിടും സാർ. പൊയ്ക്കോ. പോണോ? സർ, ഇത് കുടിച്ചോളൂ. ഇതിൽ ഇലക്ട്രോളും ലൈമും ഉണ്ട്. സാറിന് എനർജി കിട്ടും. സയന്റിഫിക്കലി കറക്റ്റ്. ഇങ്ങതാ. നീ അതിങ്ങതാ. അവിടെ വലിച്ചെറിഞ്ഞു, ഞാൻ ചാടി പിടിച്ചു. ക്യാച്ച്. എടാ ഒരു വാട്ടർ ബട്ടൺ വേണ്ടി എന്നെ നീ കൊല്ലുമായിരുന്നല്ലോ. അവന്റെ ആള് അവന് വെള്ളം കൊടുത്തോണ്ടേ എന്റെ ആള് എനിക്ക് വെള്ളം തന്നു. എവിടെ നിന്ന് തന്നു? അവള് വലിച്ചെറിഞ്ഞതാ. നീ ധോണി മാരി പോയി ക്യാച്ച് പിടിച്ചിട്ട് വന്നിട്ട് എനിക്ക് കൊല വാങ്ങുന്നില്ല. തരൂല. What kind of a creature this one? ഡേയ്, എടാ പറമ്പ ഏത് പ്ലാനറ്റിലടാ നീ ജനിച്ചത്?
से तभी बाहर जा पाएंगे जब उससे मार पाएंगे. So keep that in mind and be careful. Saif, he's here. Guys, position. Shoot. ഇവരെ കൊല്ലാൻ വേണ്ടിയാണോടാ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന നിനക്ക് മനസാക്ഷി ഉണ്ടോടാ? എന്താടാ അങ്ങനെ പറഞ്ഞേ? അവന്റെ കയ്യിലുള്ളത് ടെർമിനേറ്ററിൽ അർണോൾഡിന്റെ കണ്ണാടാ. ടെർമിനേറ്ററിന് ശേഷം ഞാൻ ഇപ്പോഴാ കാണുന്നത്. അതാണോ ഇത്? ഇത് വേറെ അല്ലേ? കൗശിക്, ബോസ്. നിന്നെ എന്തിനാ എന്റെ കൂടെ നിർത്തിയിരിക്കുന്നറിയോ? അറിയില്ല ബോസ്. ഈ നാട്ടിൽ ശുദ്ധനെയും ദുഷ്ടനെയും നായകനെയും വില്ലനെയും ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിന്റെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ ബോസ്. അവന്മാരെ വേണം ആദ്യം സൂക്ഷിക്കാൻ. എനിക്കിട്ടാ വേടാ. ബോസ്, ഇതാണോ ലാമിനേറ്റ് ചെയ്യുന്ന സ്ഥലം? അതെ, ലാമിനേറ്റ് ചെയ്ത് നിനക്ക് മാലയിടുന്ന സ്ഥലം. നോമിനേറ്റ്. ഇവന്റെ മോന്തകളുടെ ചിമ്പാൻസിയെ പോലെ ഉണ്ടല്ലോ. ഇലക്ഷന്റെ റൂൾസ് ഒക്കെ അറിയാലോ അല്ലേ? അദ്ദേഹത്തിന് റൂൾസ് അറിയാവുന്നത് കൊണ്ടാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. അഡ്രസ് പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, പാസ്പോർട്ട്, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ്, എല്ലാം ഒറിജിനൽ. ബർത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റീവ് സർട്ടിഫിക്കറ്റ്, ഇൻകം ടാക്സ് സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, വോട്ടർ ഐ ഡി. താൻ പോസ്റ്റ് കാർഡ് ചോദിക്കുമെന്ന് എനിക്കറിയാം. ഇന്നാ തന്റെ കാമുക്ക് ലെറ്റർ എഴുതിയിട്ടോ. ആധാർ കാർഡിലെ മുഖം കണ്ടിട്ട് തന്റെ മുഖം പോലെ തോന്നില്ലല്ലോ. ഡോ മിണ്ടാതിരിക്കടോ, ആ മുഖം വെച്ചാ ഞാൻ വോട്ട് ചെയ്തത്. എന്താ പറഞ്ഞത്? എന്റെ ഈ മുഖം പോലെ ആധാർ കാർഡിൽ ഉണ്ടാവണോ അതോ ആധാർ കാർഡിലുള്ള പോലെ എന്റെ മുഖം മാറ്റണോ? നിങ്ങളുടെ മുഖം പോലെ ആധാർ കാർഡിൽ ഉണ്ടാവണം, അതുപോലെ ഇല്ല. അങ്ങനെയാണെങ്കിൽ തെറ്റാരുടെ ഭാഗത്ത്? അത് പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ തെറ്റാ. ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ അത് സർക്കാരിന്റെ. എല്ലാവരും ശരിക്കും കേട്ടല്ലോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാരും ശരിക്കും കേൾക്കുന്നുണ്ടോ? കേട്ടല്ലോ അല്ലേ? അയ്യോ സാറേ, എന്റെ പണി തെറിപ്പിക്കല്ലേ. നിങ്ങൾക്ക് വോട്ടില്ലെന്ന് പറഞ്ഞ 12 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുക. കിട്ടാവുന്ന എല്ലാ ലോണും എടുത്തിരിക്കുക. മാസത്തവണ അടയ്ക്കാൻ പോലും തികയുന്നില്ല. എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടരുത് പ്ലീസ്. നിങ്ങളുടെ മണ്ഡലത്തിലുള്ള 10 പേര് സാക്ഷിയായി ഒപ്പിടണം സാർ. ചേട്ടാ അങ്ങോട്ടൊന്ന് നോക്ക്. ആ 10 പേരിൽ പ്രശ്നമുണ്ടെങ്കിൽ അടുത്ത 10 പേര് തയ്യാറായിട്ടുണ്ട്. ഇനി ആ 10 പേരും പ്രശ്നമാണെങ്കിൽ അടുത്ത 10 പേര് അവിടെ ഉണ്ട്. ഇനി ആള് വേണമെങ്കിൽ പറ, ലോഡ് കണക്കിന് ഇറക്കാന്നേ. എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ കൃത്യമായിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ
ആപ്ലിക്കേഷനിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാ വേണ്ടടുത്ത് കൂയിട്ടെന്നൊക്കെ പറഞ്ഞ് താൻ എന്നെ റിജക്റ്റ് ചെയ്ത് കളയാന്ന് കരുതിയ നിന്നെയൊക്കെ ഞാൻ അങ്ങ് സുപ്രീം കോടതി വരെ കേട്ട് മറക്കട്ടെ. സാർ